തെന്നിന്ത്യൻ സിനിമയിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തിയ ഒരുപിടി മികച്ച മലയാളം സിനിമകൾ പിറന്ന വർഷമായിരുന്നു 2025. ഈ വർഷം ഇതുവരെ 200-ലേറെ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ബോക്സ് ഓഫീസ് തൂക്കിയ വമ്പന്മാർ മുതൽ വരവറിയിക്കാതെ പോയവർ വരെയുണ്ട്. 2024 പോലെ തന്നെ 2025 കളറാക്കിയാണ് മലയാള സിനിമ മുന്നേറുന്നത്. മുൻപ് നിരവധി മൂല്യമുള്ള സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നമുക്ക് അന്യമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ആ പരാതിയും ഉണ്ടായിട്ടില്ല. റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയ നിരവധി സിനിമകൾ പിറന്ന സുവർണ വർഷമാണ് 2025. മറ്റു ഭാഷാ സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ മുതൽ മുടക്കിൽ വലിയ കലാമൂല്യമുള്ളതും വാണിജ്യ വിജയമുള്ളതുമായ സിനിമകളാണ് ഈ വർഷം മലയാളത്തിൽ പിറന്നത്. ഇതോടൊപ്പം പുതുമുഖ സംവിധായകരും അഭിനേതാക്കളും അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. വമ്പൻ താരങ്ങൾ മുതൽ പുതുമുഖങ്ങൾ വരെ എത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തു. നിരവധി ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ ഇടം നേടി ബോക്സ് ഓഫീസ് സാധ്യതകളെ മാറ്റിമറിക്കുകയും അതിന്റെ വാണിജ്യപരമായ സാധ്യതകൾ വിപുലീകരിക്കുകയും ചെയ്തിരുന്നു. മികച്ച കഥകൾ, താരമൂല്യം, വമ്പൻ ബജറ്റുകൾ, പാൻ ഇന്ത്യൻ, വിദേശ റിലീസുകൾ അങ്ങനെ തുടങ്ങി മോളിവുഡിന്റെ വാണിജ്യ നിലവാരം തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ ഉയർന്നു. ചരിത്രത്തിൽ ആദ്യമായി 300 കോടി ക്ലബിൽ ഒരു മലയാള സിനിമ എത്തിയെന്ന നേട്ടം ഇന്ന് 2025 സ്വന്തമാണ്. മാത്രമല്ല 200 കോടി സ്വന്തമാക്കിയ 3 സിനിമകളും 50 കോടി ക്ലബിൽ ഇടം പിടിച്ച 6 ചിത്രങ്ങളും നമുക്ക് മുന്നിലുണ്ട്. 2025 ഗംഭീര തുടക്കം കാഴ്ചവെച്ചാണ് ജോഫിൻ ടി ചാക്കോ ആസിഫ് അലി ചിത്രമായ രേഖാചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി രേഖപ്പെടുത്തിയ രേഖാചിത്രം ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഇനിഷ്യലാണ്. ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് നടത്തിയ ചിത്രം 25 ദിവസങ്ങൾ കൊണ്ട് 57 കോടി ക്ലബിലെത്തി ഹിറ്റായി മാറിയിരുന്നു. 2025 ജനുവരി 9 മികച്ച തുടക്കം കുറിച്ചുകൊണ്ട് ജോഫിൻ ടി ചാക്കോ ആസിഫ് അലി ചിത്രമായ രേഖാചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് നടത്തിയ ചിത്രം 25 ദിവസങ്ങൾ കൊണ്ട് 57 കോടി ക്ലബിലെത്തി ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിൽ ഇടം പിടിച്ചു. മലയാളത്തിൽ നിന്ന് മാത്രം 26.6 കോടി രൂപയും വിദേശത്തു നിന്ന് 25.5 കോടി രൂപയുമാണ് ചിത്രം സ്വന്തമാക്കിയത്. കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി പിന്നിട്ട ചിത്രമായി ഇതോടെ രേഖാചിത്രം മാറി. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി രേഖപ്പെടുത്തിയ രേഖാചിത്രം ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഇനിഷ്യലാണ്. കേരളത്തിൽ മാത്രമല്ല ചെന്നൈ, ബാംഗ്ലൂർ പ്രദേശങ്ങളിലും മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണമാണ് രേഖാചിത്രത്തിന് ലഭിച്ചത്. ഏകദേശം 9 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത്. വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ ലഭിച്ചു. കാവ്യ ഫിലിം കമ്പനി, ആൻമഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത്. 2018 മാളികപ്പുറത്തിന്റെയും വൻ വിജയത്തിന് ശേഷം കാവ്യ ഫിലിം കമ്പനി, ആൻമഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച സിനിമ കൂടിയാണ് രേഖാചിത്രം. മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിലെത്തിയ ചിത്രം ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമ കൂടെയായിരുന്നു. സാങ്കേതിക മികവിലും രേഖാചിത്രം ഏറെ പ്രശംസകൾ നേടിയിരുന്നു. മമ്മൂട്ടി ഹിറ്റ് ചിത്രം ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു രേഖാചിത്രം. കൂടാതെ രേഖാചിത്രത്തിലെ മമ്മൂട്ടി ഫാക്ടറും ഏറെ ശ്രദ്ധ നേടി. സസ്പെൻഷൻ ലഭിച്ച് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി മലക്കപ്പാറയിലേക്ക് എത്തുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ എത്തിപ്പെടുന്നത് നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു ശവക്കുഴിയിലേക്കാണ്. ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ അയാൾ നടത്തുന്ന യാത്രയാണ് രേഖാചിത്രം. വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കൊലപാതകം, അജ്ഞാതമായ ആ മൃതദേഹത്തെക്കുറിച്ച് നടത്തുന്ന അന്വേഷണമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇരുട്ടറകളിൽ തളയ്ക്കപ്പെട്ട ആ രഹസ്യം വെളിച്ചം കാണുമ്പോഴും തെളിയുന്നത് ചതിയുടെയും വഞ്ചനയുടെയും നെറുകേടിന്റെയും അസ്ഥി മരവിപ്പിക്കുന്ന ചില സത്യങ്ങൾ കൂടിയാണ്. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥയൊരുക്കിയത്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഘടകം. അപ്പു പ്രഭാകരന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീതവും പ്രത്യേക പ്രശംസകൾ നേടി. ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില സർപ്രൈസുകളും ഉണ്ടായിരുന്നു. പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്നതിൽ ആദ്യ ദിനം തന്നെ വിജയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചാണ് തിയേറ്ററുകൾ വിട്ടത്. അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായികുമാർ, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, നിഷാന്ത് സാഗർ, പ്രേംപ്രകാശ്, സുധി കോപ്പ, മേഘ തോമസ്, സെറിൻ ഷിഹാബ് തുടങ്ങിയവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ വിജയകരമായ പ്രദർശനത്തിന് പിന്നാലെ സോണി ലിവിൽ മാർച്ച് 14 മുതലാണ് രേഖാചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ഇറങ്ങിയ ചിത്രം വമ്പൻ തുകയ്ക്ക് തന്നെയാണ് സോണി ലിവ് വാങ്ങിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. രേഖാചിത്രത്തിന് പിന്നാലെ ജനുവരി 30 ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പൊന്മാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിൽ അജേഷ് PP എന്ന കഥാപാത്രത്തെ ഗംഭീരമായി തന്നെ ബേസിൽ സ്ക്രീനിലെത്തിച്ചു. ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച വിജയം നേടാൻ സാധിച്ചില്ല എങ്കിൽ പോലും 3 കോടി ബജറ്റിലെത്തിയ ചിത്രം 17.55 കോടി നേടിയത് ചെറിയ കാര്യമായിരുന്നില്ല. ശേഷം ഫെബ്രുവരി 20 കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിലേക്ക് എത്തുകയും ഗംഭീര പ്രതികരണം നേടുകയും ചെയ്തു. ചിത്രം റിലീസായി 14 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ ഇടം നേടി.
കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അഞ്ചാം പാതിര, നാത്താൻ, കേസോട് എന്നീ സിനിമകൾക്ക് ശേഷം 50 കോടി ക്ലബ്ബിലെത്തുന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം കൂടിയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും കരുത്തുറ്റ വേഷമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ചാക്കോച്ചന്റെ ഏറ്റവും മികച്ച ആക്ഷൻ ത്രില്ലർ എന്ന വിശേഷണമാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും സിനിമയ്ക്ക് ലഭിച്ചത്. നായാട്ട്, ഇരട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രം മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ്, ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട്, സിബി ചാവറ, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ജോണറിലെത്തിയ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്ത തിയേറ്റർ അനുഭവമാണ്. ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട് റാങ്കിൽ തരം താഴ്ത്തപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറായ ഹരിശങ്കറായാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിലെത്തിയത്. അധ്യാപികയായ ഭാര്യ ഗീതയും 2 പെൺമക്കളും അടങ്ങുന്ന ഹരിശങ്കറിന്റെ കുടുംബത്തിന്റെ അടിവേരിളക്കിയത് കുടുംബത്തിലുണ്ടാകുന്ന വലിയൊരു ദുരന്തമാണ്. ആ മാനസികാഘാതത്തിൽ നിന്ന് കഷ്ടിച്ചു പുറത്തുവന്ന ഹരിശങ്കർ തിരിച്ചു ജോലിയിൽ പ്രവേശിക്കുകയും ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ ഒരു മുക്കുപണ്ടം പണയം വെച്ച് കേസെടുക്കുകയും ചെയ്തു. എതിരാളികളോട് ഒരു ദയ്യം കാണിക്കാത്ത ഹരി കേസിന്റെ അറ്റം പിടിച്ചെത്തുന്നത് എത്രയഴിച്ചിട്ടും മുറുകിക്കൊണ്ടിരിക്കുന്ന കുരുക്കുകളിലേക്കാണ്. ഈ കേസിന് പിന്നിലെ നിഗൂഢത തേടി ഹരിശങ്കർ നടത്തുന്ന യാത്രയാണ് പ്രേക്ഷകരെ തികച്ചും അസ്വസ്ഥമാക്കുന്ന ചില സത്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ വൺമാൻ ഷോ തന്നെയാണ് ചിത്രം സമ്മാനിച്ചത്. ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിൽ പ്രേക്ഷകർ അർപ്പിച്ച വിശ്വാസം ഒട്ടും ചോരാതെ തന്നെ സിനിമ മുന്നോട്ടു പോയി. കോളേജ് കുമാരികൾക്ക് പ്രിയങ്കരനായിരുന്ന ചോക്ലേറ്റ് ഹീറോ എന്ന പരിവേഷത്തിൽ നിന്ന് പക്വതയുള്ള മധ്യവയസ്കനിലേക്ക് ഗംഭീരമായ പകർന്നാട്ടമാണ് കുഞ്ചാക്കോ ബോബൻ നടത്തിയത്. ആഗോളതലത്തിൽ 54.01 കോടി രൂപ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 30.87 കോടി രൂപ നേടി. ഓവർസീസിൽ നിന്ന് 17.75 കോടി രൂപയും നേടാൻ ചിത്രത്തിന് സാധിച്ചു. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ 1.2 കോടി രൂപ നേടിയ ചിത്രത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ, മനോജ് കെയു, ശ്രീകാന്ത് മുരളി, ഉണ്ണിലാലു, ജിയാകുറുപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചമൻ ചാക്കോയുടെ ഛായാഗ്രഹണത്തിനും ജെയ്ക്സ് വിജയുടെ സംഗീതത്തിനും കയ്യടികൾ ലഭിച്ചിരുന്നു. ഫെബ്രുവരി 20 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മാർച്ച് 20 OTTയിലേക്ക് എത്തിയത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രത്തിന് അവിടെയും മികച്ച പ്രതികരണങ്ങൾ നേടാൻ സാധിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പിന്നാലെ മോളിവുഡ് പിടിച്ചുകുലുക്കാനെത്തിയത് മലയാളം കാത്തിരുന്ന സീക്വലായ എമ്പുരാനാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത L2 എമ്പുരാൻ ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 266.81 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 97.34 കോടി രൂപയും ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷനായി 124.56 കോടി രൂപയും ചിത്രം നേടി. സിനിമയുടെ തുടക്കത്തിൽ ചില വിവാദങ്ങൾ ആളിക്കത്തിയെങ്കിലും തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ചിത്രം പ്രദർശനം നടത്തി. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച മോഹൻലാൽ ചിത്രങ്ങളിലെ ഈ വർഷത്തെ ആദ്യ സിനിമയായിരുന്നു എമ്പുരാൻ. ആദ്യ പ്രഖ്യാപനം വന്ന ശേഷം 5 വർഷങ്ങൾക്കൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ് എമ്പുരാൻ. ഓരോ ദിവസവും എണ്ണി കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് മുന്നിലെത്തിയത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ സിനിമയായിരുന്നു. പൃഥ്വിരാജും മുരളി ഗോപിയും ഒപ്പം മോഹൻലാൽ എന്ന സൂപ്പർ താരവും ചേർന്നൊരുക്കിയ ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി. അന്യഭാഷാ ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടുവന്ന മേക്കിംഗ് സ്റ്റൈൽ മലയാളത്തിലും പറ്റുമെന്ന് തെളിയിക്കുകയായിരുന്നു പൃഥ്വിരാജ് ഈ ചിത്രത്തിലൂടെ. ഖുറേഷി അബ്രാമിനെയും സയ്യിദ് മസൂദിനെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള ലോകവുമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ശക്തമായ തിരക്കഥയ്ക്കൊപ്പം അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന മേക്കിംഗ് കൂടെ ലഭിച്ചപ്പോൾ ചിത്രം ഗംഭീര പ്രതികരണങ്ങൾ നേടി. ഒരു സംവിധായകന് തന്റെ ചിത്രത്തിന്മേലുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് എമ്പുരാനിലെ പല രംഗങ്ങളും വിളിച്ചോതുന്നുണ്ട്. ഖുറേഷി എബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെയാണ് എമ്പുരാന്റെയും നെടുന്തൂണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള താരങ്ങളുടെ നീണ്ട നിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനും നിറഞ്ഞാടാൻ രംഗങ്ങളേറെ ലഭിച്ച ചിത്രത്തിൽ മഞ്ജു വാര്യരും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. തളർന്നു നിൽക്കുന്ന പ്രിയദർശിനി രാംദാസിനെയാണ് കണ്ടതെങ്കിൽ എമ്പുരാനിലേക്കെത്തുമ്പോൾ വർദ്ധിത വീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന അതേ കഥാപാത്രത്തെ കാണാം. ടൊവിനോ തോമസിന്റെ കഥാപാത്രവും ഇന്ദ്രജിത്തിന്റെ കഥാപാത്രവും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ദീപക് ദേവിന്റെ സംഗീതവും സുജിത് വാസുദേവിന്റെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ട ഘടകങ്ങൾ തന്നെയായിരുന്നു. സ്റ്റാൻ സിൽവയും സംഘവും ഒരുക്കിയ സംഘടന രംഗങ്ങളും മലയാള സിനിമയിൽ പുതിയ അനുഭവമായി മാറി. അങ്ങനെ തിയേറ്ററുകളിൽ വൻ വിജയമായ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 266.81 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 97.34 കോടി രൂപയും ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷനായി 124.56 രൂപയും ചിത്രം നേടി. മഞ്ഞുമൽ ബോയ്സ് നേടിയ റെക്കോർഡുകൾ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമതെത്തിയിരുന്നു. പ്രേമലുവിന്റെ ആഗോള ലൈഫ് ടൈം കളക്ഷൻ വിദേശത്ത് നിന്ന് മാത്രം എമ്പുരാൻ മറികടന്നു. 100 കോടി തിയേറ്റർ ഷെയർ നേടുന്ന ആദ്യ മലയാള ചിത്രമായും എമ്പുരാൻ മാറി. തെന്നിന്ത്യയിൽ 100 കോടി ഷെയർ നേട്ടത്തിലേക്ക് അവസാനം എത്തുന്നത് മോളിവുഡാണ്. 2025 ജനുവരി 26 ആദ്യ ടീസർ പുറത്തുവിട്ടതിന് പിന്നാലെ പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു.
ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ചു. ഫെബ്രുവരി 26 വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ, വീഡിയോ എന്നിവയിലൂടെയാണ് അവസാനിച്ചത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് നേരത്തെ പരിചയപ്പെടുത്തിയത്. തിയേറ്ററുകളിൽ ഗംഭീര വിജയം നേടിയ ചിത്രം ഏപ്രിൽ 24 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിലേക്ക് എത്തിയത്. പിന്നാലെ ഏപ്രിൽ 10 തിയേറ്ററുകളിലേക്ക് എത്തിയ ബസൂക്കയ്ക്കും ഡാർക്ക് ഹ്യൂമറിലെ മികച്ച അറ്റംപ്റ്റായി എത്തിയ മരണമാസിനും വലിയ പ്രതികരണങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് നേടാനായിരുന്നില്ല. ഇതേ ദിവസം തന്നെ എത്തിയ ആലപ്പുഴ ജിംഖാന എന്നാൽ മികച്ച വിജയം തിയേറ്ററുകളിൽ നിന്നും നേടി. അമച്വർ ബോക്സിംഗിന്റെ കഥകളും തമാശകളുമായി എത്തിയ ഖാലിദ് റഹ്മാൻ ചിത്രം ഇരുകൈകളും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. അങ്ങനെ വിഷു റിലീസായി എത്തിയ ഈ 3 ചിത്രങ്ങളിൽ നിന്ന് നസ്ലൻ നായകനായി എത്തിയ ആലപ്പുഴ ജിംഖാന വിന്നറായി മാറി. പ്രത്യേകിച്ച് യുവാക്കളിൽ തരംഗമായി മാറിയ ചിത്രം 70 കോടിയോളം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ്. നസ്ലൻ, ഗണപതി, ലുക്മാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഗംഭീര പ്രതികരണങ്ങളാണ് നേടിയത്. കളക്ഷനിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. ബോക്സിംഗ് പശ്ചാത്തലമാക്കി ഒരുക്കിയ കോമഡി ആക്ഷൻ എന്റർടൈനറാണ് ആലപ്പുഴ ജിംഖാന. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ്, റിയലിസ്റ്റിക് സ്റ്റുഡിയോ എന്നിവയുടെ ബാനറിൽ ഖാലിദ് റഹ്മാൻ, ജോബിൻ ജോർജ്, സമീർ കാരാട്ട്, സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണത്. ഖാലിദ് റഹ്മാനും ശ്രീനി ശശീന്ദ്രനും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണമൊരുക്കിയത് രതീഷ് രവിയാണ്. സന്ദീപ് പ്രദീപ്, അനഘ രവി, നന്ദ നിഷാന്ത്, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, ശിവ ഹരിഹരൻ, ഷോൺ ജോയ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജിംഷെ ഖാലിദ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് വിഷ്ണു വിജയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. കോമഡി, ആക്ഷൻ, ഇമോഷൻ എന്നിവ കലർന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനറായി എത്തിയ ചിത്രം മമ്മൂട്ടി ചിത്രമായ ബസൂക്ക, ബേസിൽ ജോസഫ് ചിത്രമായ മരണമാസ് എന്നിവയുമായി ക്ലാഷ് റിലീസാണ് നടത്തിയത്. അഡ്വാൻസ് ബുക്കിംഗ് മുതൽ മുന്നേറിയ ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിലും ആ പ്രകടനം കാഴ്ചവെച്ചു. പ്രേമലുവിന് ലഭിച്ചതുപോലെ യൂത്തിന്റെ വലിയൊരു പിന്തുണ ആലപ്പുഴ ജിംഖാനയ്ക്കും ലഭിച്ചു. ചിരി പടർത്തിയ ആദ്യ പകുതിക്ക് പിന്നാലെ പ്രണയം, സൗഹൃദം, ബോക്സിംഗ് എന്നിവയ്ക്ക് രണ്ടാം പകുതിയിൽ പ്രാധാന്യം ലഭിച്ചു. സ്പോർട്സ് ഡ്രാമ കാറ്റഗറിയോട് നീതി പുലർത്തിയ ചിത്രം സൗഹൃദം മനോഹരമായി കാണിച്ചുവെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. നസ്ലിൻ അടക്കമുള്ള യുവതാരങ്ങൾ സിനിമയ്ക്ക് വേണ്ടി നന്നായി കഷ്ടപ്പെട്ടിരുന്നു. ആഗോളതലത്തിൽ 70.6 കോടി രൂപ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 40.09 കോടി രൂപ സ്വന്തമാക്കി. 50 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 20 കോടി രൂപയും ചിത്രം നേടി. ആദ്യ ദിനം 2.65 കോടി രൂപയും ചിത്രം സ്വന്തമാക്കി. തിയേറ്ററുകളിൽ ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ച ചിത്രം സോണി ലിവിലൂടെയാണ് OTT-യിലേക്ക് എത്തിയത്. ജൂൺ 13 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ച സിനിമയ്ക്ക് OTT-യിലും മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും മലയാളത്തിലെ മറ്റൊരു സർപ്രൈസ് ഹിറ്റായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മോഹൻലാലും ശോഭനയും ഒരുമിച്ച ചിത്രം ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. യാതൊരു ഹൈപ്പുമില്ലാതെ എത്തിയ ചിത്രം തുടക്കം മുതൽ മികച്ച പ്രതികരണങ്ങൾ നേടി. ആഗോളതലത്തിലടക്കം ശ്രദ്ധിക്കപ്പെട്ട ചിത്രം മലയാള സിനിമയിൽ ഏറ്റവും ജനപ്രീതി നേടിയ സിനിമകളിലൊന്നായി മാറി. ബോക്സ് ഓഫീസിൽ തീപാറിച്ച് മുന്നേറിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 235.38 കോടി രൂപയാണ് നേടിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 118.6 കോടി രൂപ ചിത്രം സ്വന്തമാക്കി. ബെൻസ് എന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തിയപ്പോൾ തങ്ങൾക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചുകിട്ടിയെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ചിരിയും കളിയുമുള്ള മുണ്ടുടുത്ത് മണ്ണിലിറങ്ങുന്ന അലറിക്കരയാൻ തോന്നുമ്പോഴും നിസ്സഹായതയോടെ ഉള്ളിലൊതുക്കി കരയേണ്ടി വരുന്ന മോഹൻലാലിനെ പ്രേക്ഷകർക്ക് തിരിച്ചുകിട്ടിയ വർഷമായിരുന്നു 2025. മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർക്ക് അവരുടെ ലാലേട്ടനെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന തരുൺമൂർത്തിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സത്യമാവുന്ന കാഴ്ചയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ കണ്ടത്. ഫാമിലി ഡ്രാമ ജോണറിൽ ഒരുങ്ങിയ ചിത്രത്തിൽ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ ആദ്യ പകുതിയിൽ നമുക്കെല്ലാം പരിചയമുള്ള തൊട്ടടുത്ത വീട്ടിലെ ആളായി പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടു. അച്ഛനായും ഭർത്താവായും അങ്കിളായും കൂട്ടുകാരനായും അയാൾ നിറഞ്ഞാടി. ഫസ്റ്റ് ഹാഫിന് മുൻപ് തന്നെ ചിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. ഇതിനുശേഷമുള്ള മോഹൻലാലിന്റെ പ്രകടനങ്ങൾ പക്ഷേ ഇത്രയും കണ്ടതൊന്നും ഒന്നുമല്ലെന്ന തിരിച്ചറിവ് പ്രേക്ഷകരിലുണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മോഹൻലാലും ശോഭനയും ഒരുമിച്ച ചിത്രം ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. പവിത്രം എന്ന പേരിൽ ഫ്ലോർ മിൽ നടത്തുന്ന ഭാര്യ ലളിതയായാണ് ശോഭന എത്തിയത്. അവരുടെ 2 മക്കൾ, വീട്ടിലെ വളർത്തുപട്ടികൾ, KL03L4455 എന്ന കാർ, ഇത്രയും അടങ്ങുന്നതാണ് ഷൺമുഖത്തിന്റെ കുടുംബം. കാറിനോട് മോഹൻലാലിനുള്ള വൈകാരിക ബന്ധത്തിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. പിന്നീട് അപ്രതീക്ഷിതമായി തന്റെ കുടുംബത്തിലുണ്ടാകുന്ന സംഭവങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകുന്ന ബെൻസിനെ നമുക്ക് കാണാം. മോഹൻലാലിന്റെ പ്രകടനത്തിനൊപ്പം അടിത്തറയിടുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ ശക്തി. ടൈറ്റിൽ കാർഡ് മുതൽ തരുൺമൂർത്തി തന്റെ ബ്രില്യൻസുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ചിത്രത്തിന്റെ മൂഡ് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് ജെയ്ക്സ് ബിജോയുടെ സംഗീതം.
ഷാജികുമാറിന്റെ ക്യാമറയും ഷഫീഖ് ബീബിയുടെ കട്ടുകളും വിഷ്ണു ഗോവിന്ദിന്റെ ഓഡിയോഗ്രാഫിയും ചിത്രത്തിൽ പ്രേക്ഷകരെ ആഴ്ന്നിറങ്ങാൻ അനുവദിക്കുന്നു. ഇതിനെല്ലാം ഉപരി ശോഭനയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. പ്രകാശ് വർമ്മയുടെയും സഹസംവിധായകൻ കൂടിയായ ബിനു പപ്പുവിന്റെയും അഭിനയവും ചിത്രത്തെ മുന്നോട്ട് നയിച്ചു. ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ഇർഷാദ് അലി, ആർഷ ബൈജു, തോമസ് മാത്യു എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. KR സുനിലിന്റെ കഥയ്ക്ക് കഥാകൃത്തും സംവിധായകരും ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്താണ് നിർമ്മാണം. മോഹൻലാലിന്റെ 360ാമത് ചിത്രം കൂടിയായിരുന്നു തുടരും. ബോക്സ് ഓഫീസിൽ തീപാറിച്ച് മുന്നേറിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 235.38 കോടി രൂപയാണ് നേടിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 118.6 കോടി രൂപയും ചിത്രം നേടി. ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷനായി 141.58 കോടി രൂപ നേടിയ ചിത്രം വിദേശത്തുനിന്ന് 93.8 കോടി രൂപ സ്വന്തമാക്കി. ചിത്രം റിലീസായി ആദ്യ ദിനം തന്നെ 5.4 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ തിയേറ്ററുകളിൽ ഗംഭീര വിജയം നേടിയ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് OTT-യിലേക്ക് എത്തിയത്. തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചതിന് സമാനമായി ഗംഭീര പ്രതികരണങ്ങൾ OTT-യിൽ നിന്നും ചിത്രം നേടി. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം മെയ് 30-നാണ് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഓണം റിലീസിന് തിയേറ്ററുകളിൽ ഏറ്റുമുട്ടാനെത്തിയത് 4 ചിത്രങ്ങളാണ്. ഹൃദയപൂർവ്വം, ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഓടും കുതിര ചാടും കുതിര, മേനെ പ്യാർ കിയ എന്നീ ചിത്രങ്ങൾ തമ്മിൽ വൻ ക്ലാഷ് ആവുമെന്ന പ്രതീക്ഷ ജനിപ്പിച്ചെങ്കിലും പിന്നെ കണ്ടത് ലോകയുടെ പടയോട്ടമായിരുന്നു. മലയാള സിനിമയിൽ തന്നെ പുതുചരിത്രം സൃഷ്ടിച്ച സിനിമയാണ് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ചിത്രം തിയേറ്ററുകളിൽ 100 ദിവസമാണ് തേരോട്ടം നടത്തിയത്. കേരളത്തിൽ നിന്ന് മാത്രം 122.8 കോടി നേടിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 303.86 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. വെറും 30 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം വമ്പൻ ഹിറ്റായാണ് തിയേറ്ററുകൾ വിട്ടത്. കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി കള്ളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കിയ ഈ ചിത്രം മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കടത്തിവിട്ടു. കല്യാണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷമായിരുന്നു ലോകയിലെ നീലി എന്ന കഥാപാത്രം. 5 ഭാഗങ്ങളായി ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് ചന്ദ്ര. ഓണം റിലീസായി ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ലോക ഇന്ത്യൻ സിനിമയിൽ ഒരു ഫീമെയിൽ സെൻട്രിക് ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് സ്വന്തമാക്കിയത്. മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലൂടെ ഡൊമിനിക് അരുൺ എന്ന സംവിധായകന് കഴിഞ്ഞു. അനാവശ്യമായ ഒരു കുത്തിത്തിരികലുമില്ലാതെ മികച്ച ആക്ഷൻ ഫാന്റസി ചിത്രമായി മോളിവുഡിൽ പുതിയ യൂണിവേഴ്സിനാണ് ലോക തുടക്കമിട്ടത്. മാർവൽ സീരീസുകളുടെ ആരാധകരായ മലയാളി പ്രേക്ഷകന് ഒട്ടും ആസ്വാദന സൗന്ദര്യം ചോരാതെ കണ്ടുമറന്ന മോളിവുഡ് സ്റ്റൈൽ അനുകരിക്കാതെ സ്വന്തം ഫോക്ലോർ ഉൾപ്പെടുത്തിയാണ് ലോകയുടെ കഥ വികസിക്കുന്നത്. മലയാള സിനിമയുടെ കണ്ടന്റുകളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ലോക കണ്ടിറങ്ങുന്നവർ മലയാള സിനിമയുടെ സാങ്കേതിക മികവ് കൂടെ വാഴ്ത്തി. കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രമാണ് ലോക. മോളിവുഡിൽ നിന്ന് ആദ്യമായി ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ചിത്രം എത്തിയപ്പോൾ കല്യാണി പ്രിയദർശൻ മനോഹരമായി തന്നെ ചന്ദ്ര എന്ന തന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കല്യാണി എന്ന അഭിനേത്രിയുടെ കരിയറിലെ തന്നെ വലിയൊരു ബ്രേക്കായി ലോക മാറി. ചെറുപ്പം മുതൽ മലയാളികൾ കേട്ട് ശീലിച്ച ഒരു മുത്തശ്ശി കഥയെ ഇന്നത്തെ കാലത്തിന്റെ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ സംവിധായകൻ ഒരുക്കാൻ കഴിഞ്ഞു. ബാംഗ്ലൂരിൽ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന സണ്ണി, വേണു, നൈജിൻ എന്നിവരിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ജീവിതം വളരെ എൻജോയ് മോഡിൽ കൊണ്ടുപോകുന്ന മൂവർ സംഘത്തിലേക്ക് ചന്ദ്ര എന്ന സുന്ദരിയായ പെൺകുട്ടി എത്തുന്നതിലൂടെയാണ് കഥാഗതി മാറുന്നത്. മലയാള സിനിമയിൽ ഈയടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇന്റർവൽ ബ്ലോക്ക് ലോക സമ്മാനിച്ചു. മലയാളികൾക്ക് പരിചിതമായ തരംഗം സിനിമയിലൂടെ ശ്രദ്ധേയമായ ശാന്തി ബാലചന്ദ്രനാണ് ഡൊമിനിക്കിനൊപ്പം ലോകയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നസ്ലൻ, ചന്തു സലിംകുമാർ, അരുൺ കുര്യൻ, നിഷാന്ത് സാഗർ, വിജയരാഘവൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഒപ്പം പ്രേക്ഷകനെ പീക്ക് ലെവലിലേക്ക് എത്തിക്കുന്ന സർപ്രൈസ് കഥാപാത്രങ്ങളും ലോകയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മുൻനിര യുവതാരങ്ങളുടെ സർപ്രൈസ് എൻട്രി തിയേറ്ററുകളിൽ വലിയ കയ്യടിയുണ്ടാക്കി. സിനിമയുടെ മേക്കിങ്ങും ഒപ്പം സാങ്കേതിക മികവ് തന്നെയാണ് കഥയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. വലിയൊരു ബഡ്ജറ്റില്ലെങ്കിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ലോക ടീം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. കേരളത്തിൽ നിന്ന് മാത്രം 122.8 കോടി നേടിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 303.86 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നും 24.65 കോടി രൂപയും കർണാടകയിൽ നിന്നും 14.70 കോടി രൂപയും ലോക നേടി. തെലുങ്ക് മാർക്കറ്റിൽ നിന്ന് 13.57 കോടി വാരിക്കൂട്ടിയ സിനിമ ഉത്തരേന്ത്യയിൽ നിന്ന് നേടിയത് 7.5 കോടിയാണ്. വലിയ സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ലഭിച്ചത്. വിദേശത്ത് നിന്ന് മാത്രം 119.9 കോടി രൂപ നേടാൻ ചിത്രത്തിന് സാധിച്ചു. വെറും 30 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം OTT-യിലും തരംഗമായി മാറി. ഒക്ടോബർ 31-നാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ കൂടാതെ മറാത്തി, ബംഗാളി ഭാഷകളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്.
മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയ സിനിമയാണ് ഹൃദയപൂർവ്വം. നർമ്മവും വൈകാരിക മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓണം റിലീസായി ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം 100 കോടി ക്ലബിലെത്തി. എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾക്കു ശേഷം ഈ വർഷം തുടർച്ചയായി 3-ാം തവണയാണ് മോഹൻലാൽ ചിത്രം ഈ അഭിമാന നേട്ടം കൈവരിക്കുന്നത്. 268 കോടിയാണ് എമ്പുരാന്റെ ആകെ കളക്ഷനെങ്കിൽ 235 കോടി രൂപയാണ് തുടരും നേടിയത്. ഇതാദ്യമായാകും ഒരു നടന്റെ 3 സിനിമകൾ ഒരേ വർഷം 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്. അതേസമയം 100 കോടി ക്ലബിൽ ഇടം നേടുന്ന സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ ആദ്യ സിനിമയായും ഹൃദയപൂർവ്വം മാറി. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിച്ച ചിത്രം എന്നതായിരുന്നു ഹൃദയപൂർവ്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാത്തിരിപ്പുകൾക്കൊടുവിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഇതിന് പിന്നാലെ സെപ്റ്റംബർ 26-ന് ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചപ്പോഴും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നത്. മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. മികച്ച ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ പുറത്തെത്തിയത്. സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ ലഭിച്ചു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ നിന്ന് 76.26 കോടി രൂപയാണ് ചിത്രം നേടിയത്. മലയാളത്തിലെ നെറ്റ് കളക്ഷൻ 40.14 രൂപയും ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ 47.01 കോടി രൂപയും വിദേശത്ത് നിന്ന് 29.25 കോടി രൂപയും സിനിമ സ്വന്തമാക്കി. തുടക്കം മുതൽ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ചത്. സിനിമ റിലീസായ ഓപ്പണിംഗ് ഡേയിൽ തന്നെ 3.25 കോടി രൂപ നേടിയിരുന്നു. ഓണം റിലീസായി എത്തിയ ഹൃദയപൂർവ്വത്തിന് ലോകയുടെ വമ്പൻ വിജയത്തിലും മികച്ച നേട്ടം കൊയ്യാൻ സാധിച്ചിരുന്നു. കൊച്ചിയിൽ ക്ലൗഡ് കിച്ചൺ നടത്തുന്ന അവിവാഹിതനായ സന്ദീപ് ബാലകൃഷ്ണനാണ് കഥയിലെ നായകൻ. ഹൃദയത്തിന് തകരാറുള്ള സന്ദീപിന് പൂനെ സ്വദേശിയായ കേണൽ രവീന്ദ്രനാഥിന്റെ ഹൃദയം മാറ്റിവെക്കുന്നതിനിടത്താണ് സിനിമയുടെ തുടക്കം. ആ ഹൃദയ ശസ്ത്രക്രിയ സന്ദീപിന് നൽകുന്നത് പുതിയ ഹൃദയ തുടിപ്പുകൾ മാത്രമായിരുന്നില്ല, ആ ഹൃദയത്തെ തേടിയെത്തുന്ന ചില പ്രിയപ്പെട്ടവരെ കൂടിയായിരുന്നു. അങ്ങനെ ലളിതമായ കഥാതന്തുവിൽ നിന്നും തുടങ്ങുന്നൊരു കഥ അധികം ഡ്രാമയോ സങ്കീർണതകളോ ഇല്ലാതെ നർമ്മം കോർത്തിണക്കി മുന്നോട്ടു പോവുകയാണ്. പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടത്തിയത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത്. സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സംഗീത്, ലാലു അലക്സ്, സംഗീത് പ്രതാപ്, സിദ്ദിഖ്, ബാബുരാജ്, സബിത ആനന്ദ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത്. അനു മൂത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഹാലോവിൻ ദിനത്തിൽ മലയാളത്തിന് ലഭിച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ് രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം DSERE. സംവിധായകന്റെ ക്രാഫ്റ്റും ബ്രില്യൻസും അഭിനേതാക്കളുടെ അവിസ്മരണീയ പ്രകടനവും സാങ്കേതിക മികവും ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. ഒക്ടോബർ 31-ന് ആഗോളതലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മലയാളത്തിൽ നിന്നും ഈ വർഷത്തെ ഏറ്റവും മികച്ച 3ാമത്തെ ആഗോള ഓപ്പണിംഗ് ആണ് തുറന്നുവെച്ചത്. തുടർച്ചയായി 3 ഹൊറർ സിനിമകൾ ഒരുക്കിയെങ്കിലും കഥയിലോ ആഖ്യാനത്തിലോ കഥാപാത്ര പരിചരണത്തിലോ വിദൂര സാദൃശ്യങ്ങൾ പോലും രാഹുൽ സദാശിവൻ വരുത്തിയില്ല. DSEREയിലൂടെ ഭൂതകാലത്തിൽ തുടങ്ങി ഭ്രമയുഗത്തിൽ ആവർത്തിച്ച മാന്ത്രികത പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി എന്നു തന്നെ പറയാം. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ DSERE തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് നേടിയത്. ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം റിലീസിന് തലേരാത്രി പെയ്ഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത്. പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റിയാണ് ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടിയ ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. സമീപകാല മലയാള സിനിമയിൽ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗും ഏറ്റവും നന്നായി നിർവഹിക്കപ്പെട്ട ചിത്രം കൂടെയായിരുന്നു DSERE. ഒക്ടോബർ 31-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ഡിസംബർ 5 മുതലാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. ആഗോളതലത്തിൽ നിന്ന് ചിത്രം 82.18 കോടി രൂപയാണ് നേടിയത്. കേരളത്തിൽ നിന്ന് 40.93 കോടി രൂപയും വിദേശത്ത് നിന്ന് 33.4 കോടി രൂപയും നേടാൻ ചിത്രത്തിന് സാധിച്ചു. ആദ്യ ദിനത്തിൽ 4.7 കോടി രൂപയാണ് DSERE തിയേറ്ററുകളിൽ നിന്നും നേടിയത്. 39 വിദേശ രാജ്യങ്ങളിലായാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. രോഹൻ എന്ന ആർക്കിടെക്റ്റായാണ് പ്രണവ് മോഹൻലാൽ DSEREയിൽ എത്തുന്നത്. മധുസൂദനൻ
പോറ്റിയായി ജിബിൻ ഗോപിനാഥും എത്തുന്നു. ജയാക്കുറുപ്പ്, അരുൺ അജികുമാർ, മനോഹരി ജോയ്, സ്വാതിദാസ് പ്രഭു എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജീവിതം ആഘോഷമാക്കിയ റോഹനെ തേടി ഒരു മരണവാർത്തയെത്തുന്നു. കേവലം സഹപാഠി എന്നതിനപ്പുറം ബന്ധമുണ്ടായിരുന്ന കനി എന്ന യുവതി ജീവനൊടുക്കിയ വാർത്ത. അവിടെ നിന്ന് റോഹന്റെ ജീവിതത്തിലുണ്ടാവുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജിബിൻ ഗോപിനാഥിന്റെ മധുസൂദനൻ പോറ്റി എന്ന കഥാപാത്രത്തിനൊപ്പം തന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച സംഭവങ്ങളെ നേരിടുന്ന റോഹനാണ് ചിത്രത്തിലുള്ളത്. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾ റോഹനെ എത്തിക്കുന്ന ദുരൂഹമായ ഇടങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര, എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് DSE. E4 എക്സ്പെരിമെന്റ്സ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത്. ഷെഹനാദ് ജലാൽ ISC ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം ക്രിസ്റ്റോ സേവ്യറാണ് കൈകാര്യം ചെയ്തത്. ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറെ പ്രേക്ഷക പിന്തുണ നേടിയ കിഷ്കിന്ധകാണ്ഡം എന്ന ചിത്രത്തിന് ശേഷം ദിൻജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് എക്കോ. സന്ദീപ് പ്രദീപ്, നരേൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത്. പടക്കളം എന്ന ചിത്രത്തിന് ശേഷം സന്ദീപ് പ്രദീപ് നായകനായി എത്തിയ ചിത്രത്തിൽ വിനീത്, അശോകൻ, വിനു പപ്പു, സൗരഭ് സച്ചുദേവ് തുടങ്ങി വമ്പൻ താരനിര തന്നെ അണിനിരന്നു. തിരക്കഥയുടെ മേന്മയും ആഖ്യാനവും കൊണ്ട് ഏറെ നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രശംസയും എക്കോ നേടി. ആഗോളതലത്തിൽ 46.18 കോടി രൂപ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 23.86 കോടി രൂപയും വിദേശത്ത് നിന്ന് 18.1 കോടി രൂപയും സ്വന്തമാക്കി. നായ്ക്കളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം പോലും ഒരു മെറ്റഫറായി സിനിമയിൽ നിറയുന്നു. സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് വളർത്താൻ കൊണ്ടുപോകുന്ന നായ്ക്കളെ കൂട്ടിലും ചങ്ങലയിലും ഇടുന്നത് ശരിക്കും സംരക്ഷണമാണോ അതോ തടവാണോ എന്ന ചോദ്യം ബന്ധങ്ങളിലെ സമവാക്യങ്ങളുടെ അടിവേരിളക്കുന്നുണ്ട്. സംരക്ഷണവും തടവും തമ്മിലുള്ള അദൃശ്യ അതിർത്തികളെക്കുറിച്ച് സിനിമ കഴിഞ്ഞും പ്രേക്ഷകർ ചിന്തിക്കും. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ ഇത്രയും മനോഹരമായും തീവ്രമായും മറ്റൊരു സിനിമയിലും ഈയടുത്ത കാലത്ത് രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. കലാമൂല്യമുള്ളൊരു ചിത്രം മികച്ച വാണിജ്യ വിജയം കൂടെ നേടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കിഷ്കിന്ധകാണ്ഡം സമ്മാനിച്ചത്. ഇതിനുശേഷം മലയാളത്തിന്റെ ഭാഷാതിർത്തികൾക്കപ്പുറം സഞ്ചരിച്ച മനോഹരമായ സിനിമയായിരുന്നു ദിൻജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് കൂട്ടുകെട്ടിലെത്തിയ എക്കോ. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. പ്രതീക്ഷകൾക്കൊത്ത് ചിത്രം ഉയർന്നതോടെ തിയേറ്ററുകളിൽ വൻ വിജയം നേടി. യുവനിരയിലെ ശ്രദ്ധേയ നടൻ സന്ദീപ് പ്രദീപ് നായകനായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം തന്നെയാണ് നടത്തിയത്. ചിത്രം റിലീസ് ചെയ്ത് 3-ാം വാരത്തിൽ കളങ്കാവൽ അടക്കമുള്ള പുതിയ റിലീസുകൾ എത്തിയിട്ടും എക്കോ തിയേറ്ററുകളിൽ തേരോട്ടം തുടർന്നിരുന്നു. ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അവകാശപ്പെടുന്നതുപോലെ കുര്യച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ഒടുങ്ങാത്ത കഥകളുടെ ഒരു ഏടാണ് ഈ സിനിമ. വമ്പൻ താരങ്ങൾ ആരുമില്ലാത്ത ഈ സിനിമയിലെ ഏക സൂപ്പർ താരം സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. സംടൈം പ്രൊട്ടക്ഷൻ ഈസ് എ റെസ്ട്രിക്ഷൻ എന്ന ഒറ്റവാചകത്തിൽ ഈ ചിത്രത്തിന്റെ കഥാസംഗ്രഹം പറയാം. സംരക്ഷണത്തിന്റെ ചങ്ങലയുടെ നീളത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതമുള്ള മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഇതിലെ കഥാപാത്രങ്ങളാണ്. നിയന്ത്രിക്കുന്നുവെന്ന് ഊറ്റം കൊള്ളുന്നവർ തന്നെ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിയാതെ പോകുന്നത് പോലെ വേട്ടക്കാരൻ തന്നെ ഇരയാകുമെന്ന പോലെ സങ്കീർണമാണ് ജീവിതമെന്ന് സിനിമ പറയാതെ പറയുന്നു. 2-ാം ലോക മഹായുദ്ധകാലത്ത് മലേഷ്യയിലേക്ക് അപൂർവ ഇനം നായകളെ തേടിപ്പോയ ആദിമധ്യാന്തം ദുരൂഹത നിറഞ്ഞ കുര്യച്ചന്റെ ബ്ലാങ്കായ ജീവിതത്തെ പലയിടങ്ങളിലിരുന്ന് പൂരിപ്പിക്കുന്നത് മുഴുവൻ അയാളിലെ വന്യത കൊണ്ടാണ്. അയാളെ തീർക്കാനുള്ള കണക്കും മനസ്സിലിട്ട് കുര്യച്ചൻ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെയും അടുത്തെവിടെയോ അയാൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കഥാവഴിയിലും മൃഗങ്ങൾക്കും നിർണായകമായ സ്ഥാനം നൽകിയൊരുക്കിയ കിഷ്കിന്ധകാണ്ഡം, കേരള ക്രൈം ഫയൽ സീസൺ 2 എന്നിവയ്ക്ക് ശേഷമെത്തിയ എക്കോയിലും മൃഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വിനീതും അശോകനും നരേനും മാത്രമേ നമുക്ക് പരിചിതരായ അഭിനേതാക്കളായുള്ളൂ. മ്ലാത്തിച്ചേട്ടതിയാകുന്ന ബിയാനാമോവിനും അവരുടെ ചെറുപ്പകാലം അഭിനയിച്ച സിംഷെയ്ഫേയും പിയൂസ് ആകുന്ന സന്ദീപ് പ്രദീപും കുര്യച്ചനായ ബോളിവുഡ് ആക്ടിംഗ് കൗച്ച് സൗരഭ് സച്ദേവും പാപ്പച്ചനായ സഹീർ മുഹമ്മദുമെല്ലാം പുതിയ അനുഭവങ്ങൾ തരുന്നു. രചയിതാവായ ബാഹുൽ രമേശിന്റെ 3 ഭാഗങ്ങളുള്ള അനിമൽ ട്രിലോജിയിലെ അവസാന ഭാഗമാണ് എക്കോ. പരസ്പരം ബന്ധമില്ലാത്ത 3 വ്യത്യസ്ത കഥകളാണ് ഈ ട്രിലോജിയിലുള്ളത്. പടക്കളത്തിന് ശേഷം സന്ദീപ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കൂടെയാണ് എക്കോ. ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ MRK ജയറാമാണ് ചിത്രം നിർമ്മിച്ചത്. കിഷ്കിന്ധകാണ്ഡത്തിന്റെ സംഗീത സംവിധായകൻ മുജീബ് മജീദ് തന്നെയാണ് എക്കോയുടെയും സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. നവംബർ 21-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ജനുവരി പകുതിയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. അങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ കടന്ന് 2025 അവസാനത്തിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. 8 മാസത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്ന പ്രത്യേകതയോടെയാണ് കളങ്കാവൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ക്രൈം ഡ്രാമ ത്രില്ലറായി ഒരുക്കിയ ഈ ചിത്രം ജിതിൻ കെ ജോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. റിലീസ് ചെയ്ത ആദ്യ വാരത്തിൽ തന്നെ ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. ഡിസംബർ 5-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആദ്യ ദിനം 5 കോടിയാണ് നേടിയത്.
ആഗോളതലത്തിൽ 80 കോടിയോളം രൂപ ചിത്രം ഇതുവരെയായി നേടിയിട്ടുണ്ട്. കേരളത്തിലും വിദേശത്തിലും ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. വില്ലൻ വേഷത്തിൽ മമ്മൂട്ടിയും നായക വേഷത്തിൽ വിനായകനും എത്തുന്ന ചിത്രത്തിലെ ഇരുവരുടെയും പ്രകടനം പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന മഹാനടന്റെ തിരിച്ചുവരവിനായി 8 മാസത്തോളമാണ് മലയാളി പ്രേക്ഷകർ കാത്തിരുന്നത്. ആ കാത്തിരിപ്പൊരിക്കലും വെറുതെയായിരുന്നില്ലെന്ന് അടിവരയിട്ട് പറയാൻ കളങ്കാവലെന്ന സിനിമ ധാരാളമാണ്. നിരവധിയായ വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മമ്മൂട്ടി തന്റെ സ്ഥാനം ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്ന സിനിമയാവുകയാണ് കളങ്കാവൽ. ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെയാണ് പ്രേക്ഷകർ കളങ്കാവലിൽ കണ്ടുമുട്ടുന്നത്. അത്രമേൽ ഭീകരവും സങ്കീർണവുമാണ് സൈക്കോപാത്ത് പ്രതിനായക കഥാപാത്രമായ സ്റ്റാൻലി ദാസ്. കഥാപാത്രത്തിന്റെ ദുഷ്ടതകളും ക്രൂരതയും മമ്മൂട്ടി അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ നായക കഥാപാത്രമായി നമ്മൾ കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ പ്രതിനായകനായുള്ള വേഷപ്പകർച്ച സിനിമാ പ്രേമികളെ ആകെ ഞെട്ടിച്ചു. ഓരോ ചലനങ്ങളിലും ഓരോ നോട്ടത്തിലും സ്റ്റാൻലി ദാസ് കാഴ്ചക്കാരെ ഭയപ്പെടുത്തി. കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് കഥ പുരോഗമിക്കുന്നത്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന തമിഴ് ഗ്രാമങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. തിരുവനന്തപുരത്തിന്റെയും നാഗർകോവിലിന്റെയും ജീവിതവും സംസാരശൈലിയും പ്രകൃതിയുമെല്ലാം അനുയോജ്യമായ രീതിയിൽ പകർത്താൻ ഫൈസൽ അലിയുടെ ഛായാഗ്രഹണത്തിന് സാധിച്ചു. കാട്ടായിക്കോണത്ത് യുവാക്കൾ തമ്മിലുണ്ടാവുന്ന തർക്കം വർഗീയ ലഹളയിലേക്ക് വളരുന്നതും ഇതിന്റെ അന്വേഷണത്തിനായി നത്ത് എന്ന ഇരട്ടപ്പേരുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലെ ജയകൃഷ്ണൻ എന്ന പോലീസ് എത്തുന്നതുമാണ് കഥയുടെ ഗതി നിർണ്ണയിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങളുടെ കഥ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. SI ജയകൃഷ്ണൻ ഈ കൊലപാതക പരമ്പരയുടെ ചുരുളഴിക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ടു പോകുന്ന ആ അന്വേഷണത്തിനിടയിൽ ജയകൃഷ്ണൻ നടത്തുന്ന കണ്ടെത്തലുകളാണ് വഴിത്തിരിവാകുന്നത്. പ്രണയിതാവിനൊപ്പം കത്തെഴുതി വെച്ച് അപ്രത്യക്ഷരാവുന്ന സ്ത്രീകൾ, ഇവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെന്ന തിരിച്ചറിവ് അന്വേഷണത്തെ ഒരു സീരിയൽ കില്ലറിലേക്ക് എത്തിക്കുകയാണ്. ഒരു കേസിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിച്ചേരാൻ നിരവധി കാരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവം മൂലം പലപ്പോഴും അന്വേഷണം വഴിമുട്ടുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ചിത്രം ഇതിനോടകം തന്നെ 80 കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. 17 ദിവസം കൊണ്ട് മലയാളത്തിൽ നിന്ന് മാത്രം 35.93 കോടി രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത്. വിദേശത്തു നിന്ന് മാത്രം 38.25 കോടി രൂപയും ചിത്രം നേടി. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബ്ബിലെത്തിയ മമ്മൂട്ടി ചിത്രം കൂടിയാണത്. ചിത്രം 100 കോടി ക്ലബ്ബിൽ എത്തുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ ഒന്നിലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. സോണി ലിവ് OTT റിലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ട്രീമിംഗ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിലെ ഗാനങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് സംഗീതാസ്വാദകരിൽ നിന്നും സിനിമാ പ്രേമികളിൽ നിന്നും ലഭിച്ചത്. ഇത് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഇത്തരം ഹിറ്റ് സിനിമകൾക്കിടയിലും 2025 നിരവധി ചിത്രങ്ങൾ മലയാള സിനിമയിൽ പിറന്നിരുന്നു. നീണ്ടുനിന്ന പരാജയങ്ങൾക്കൊടുവിൽ പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസന് ആശ്വാസമായി. പ്രതീക്ഷയോടെ എത്തിയ നരിവേട്ടയ്ക്കും ടൊവിനോയുടെ പ്രകടനത്തിനും സമ്മിശ്ര പ്രതികരണം ലഭിച്ചു. വ്യസനസമേത ബന്ധുമിത്രാദികൾ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം എത്തിയ സുരേഷ് ഗോപി ചിത്രം JSKയും സമ്മിശ്ര പ്രതികരണങ്ങൾ നേടി. എന്നാൽ വിനീത് ശ്രീനിവാസൻ ട്രാക്ക് മാറ്റി ഒരുക്കിയ കരം പരാജയമായിരുന്നു. വലിയ പ്രതീക്ഷയിലെത്തിയ വിലായത് ബുദ്ധയ്ക്കും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. സർക്കിട്ടിലെ ആസിഫ് അലി, റോന്തിലെ ദിനേശ് പോത്തൻ, തലവരയിലെ അർജുൻ അശോകൻ, കേരള ക്രൈം ഫയൽ സീസൺ 2 ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ എന്നിവർ 2025 എടുത്തു പറയേണ്ട മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരാണ്. അങ്ങനെ അതിഗംഭീരമെന്ന് പറയാവുന്ന നല്ലൊരു വർഷം തന്നെയായിരുന്നു മോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം 2025. ഇതിന് പിന്നാലെ വീണ്ടും അണിയറയിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട്. 2025 സമാനമായി 2026 മോളിവുഡ് ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.